ഹലോ. ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാനും പണിക്ക് പോവാനും അടുക്കളയിൽ കയറാനും ഒക്കെ ഒരു മടിയാണ്. ഈ മടിയുടെ മെയിൻ കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ വീട്ടിലുള്ള ഒരുത്തന് ഇന്നിപ്പോൾ പോകണ്ട. അവനിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുമല്ലോ, ഇന്ന് ഫുള്ള് അവന് കിടന്ന് ഉറങ്ങാമല്ലോ, വെറുതെ ഇരിക്കാമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് ഈ മടിയും സങ്കടവും ഒക്കെ വരുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഇത് നോക്കിക്കേ, ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തി കുറച്ചധികം ഉണ്ടാക്കി രാവിലെ. അപ്പോൾ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് നോക്ക്, മരവിച്ചിരിക്കുന്നു. ഇതെങ്ങനെ ഞാൻ അവന് കൊടുക്കും? അവന് കൊടുക്കണ പോട്ടെ, ഞാൻ എങ്ങനെ ഇത് കഴിക്കും? പക്ഷേ ആവി കയറ്റിയെടുത്തപ്പോൾ നല്ല സോഫ്റ്റായിട്ടോ. ആൾ എന്താ പറയുക, പോയതുപോലെയല്ല തിരിച്ച് വന്നതെന്ന് പറയണ പോലെ നല്ല സോഫ്റ്റായിരുന്നു. പിന്നെ ഈ പനീർ കറിയൊക്കെ തലേദിവസം ഉണ്ടാക്കിയതാണ്. പിന്നെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് സാമ്പാറും ബീട്രൂട്ട് മെഴുക്ക് വരട്ടിയാണ്. സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ നോക്കി വയ്ക്കണമെന്ന് വിചാരിച്ച് മറന്നുപോയി. കാരണം ഞാൻ 2-3 പ്രാവശ്യം സാമ്പാറും വീഡിയോസ് നോക്കിയാണ് ഉണ്ടാക്കിയത്. അതെല്ലാം ഫ്ലോപ്പായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്നിപ്പോൾ വേറൊരു സ്റ്റൈൽ എൻ്റെ അമ്മ പറഞ്ഞ പോലത്തെ ഒരു ഇതിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമ്മയാണെങ്കിൽ പുളിയൊന്നും ഒഴിക്കാതെ സാമ്പാർ ഉണ്ടാക്കാൻ പറഞ്ഞു. തക്കാളി ഇട്ടാൽ മതി, സാമ്പാർ പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. പക്ഷേ ഈ സാമ്പാർ നന്നായിട്ട് വന്നു. എൻ്റെ അമ്മ പറഞ്ഞതുപോലെ ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നന്നായിട്ട് വന്നു. ഞാൻ ഇച്ചിരി കുറുകിയതുകൊണ്ട്, ബിജുവിന് ഇച്ചിരി വെള്ളം പോലത്തെ സാമ്പാർ ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളം കൂടി അതിനകത്ത് ഒഴിച്ചു. പിന്നെ അടുത്ത് ബിജുവിന് സ്ട്രെസ്സ് വരാൻ പോണ വേറൊരു സാധനമാണ് ഇത്, ബീട്രൂട്ട് അവന് ഇഷ്ടമേ അല്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ബീട്രൂട്ട്. അവൻ ഈ ബീട്രൂട്ട് കാണുമ്പോൾ സ്ട്രെസ്സാണ്, അവൻ കഴിക്കത്തില്ല. ഒന്നിൽ പുറത്തുനിന്ന് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും വാങ്ങിക്കും. പക്ഷേ ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കണതുകൊണ്ടും അവൻ കഴിച്ചോളും, കുഴപ്പമില്ല. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പെണ്ണുങ്ങൾ ഈ എന്താ പറയുക, ഉമ്മറത്ത് പടിയിൽ നിൽക്കാൻ പാടില്ല, ദോഷമാണെന്നൊക്കെ? ചുമ്മാതാ, വെറുതെ വായി നോക്ക്. പുറത്തുനിന്ന് തന്നെ ആൾക്കാർ വായി നോക്കും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് വെറുതെ ചുമ്മാ പറഞ്ഞ് ഒപ്പിക്കുന്ന ദോഷമാണ്, അതാണ് ഇതാണെന്നൊക്കെ. എന്തായാലും ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാൻ വേണ്ടി കയറി. ബീട്രൂട്ട് അവൻ അധികം കഴിക്കാത്തതുകൊണ്ട് ഞാൻ അധികം തന്നെ എനിക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ സാമ്പാറൊക്കെ എടുത്ത് റെഡിയായി ഞാൻ വന്നു. ഇന്നെന്തോ റെഡിയായി വന്നപ്പോഴേക്കും ഒരു സന്തോഷം. അങ്ങനെ എൻ്റെ ലഞ്ച് ബോക്സൊക്കെ ഞാൻ പാക്ക് ചെയ്തു. എല്ലാം അടച്ച് പൂട്ടി വെച്ച് ഞാൻ ഇന്ന് ഡ്യൂട്ടിക്ക് പോവാണ്. ബൈ.